ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. സിമ്പിളാണ്, എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ അതൊന്ന് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് 2 മുട്ട ആവശ്യമാണ്. അപ്പോൾ ഞാൻ പുഴുങ്ങിയിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് വലിയ ഉള്ളി, ക്യാരറ്റ്, പിന്നെ പച്ചമുളക്, ഇത് 3 കൂടെ ഇതാ ഇതിലിട്ട് വെച്ചതാണ്. ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഉള്ളി വാട്ടാനായിട്ട് ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായിട്ട് അതിൽ നമുക്ക് എണ്ണ വെച്ച് കൊടുക്കും. നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഉള്ളിയും ക്യാരറ്റും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കോപ്പിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മളിതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ഒന്ന് ഇതിലാക്കിയെടുക്കാം കേട്ടോ. ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്, അപ്പോൾ അത് രണ്ടും കൂടെ കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിച്ചത്. നമ്മുടെ മുട്ടയൊക്കെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വേണം കേട്ടോ. ഇനി ഇതുപോലെ 3 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളീൻ്റെയൊക്കെ ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം. ബ്രെഡൊക്കെ ഞാനിത് ഉള്ളിയിലേക്ക് മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതേപോലെ 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാനിത് ബ്രെഡിൻ്റെ സൈഡ് ഭാഗമൊക്കെ കട്ട് ചെയ്തെടുത്ത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ. ഞാനിതൊന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് പരത്തിയെടുത്തതാണ്. നമുക്കിതിലേക്ക് ഒരു മുട്ടയുടെ ആവശ്യമുണ്ട്. അപ്പം നമുക്ക് ഈ മുട്ടയൊന്ന് പൊട്ടിച്ച് ഇതിൽ ഒഴിക്കാം. അപ്പം നമ്മൾ മുട്ടയിൽ ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഇതിൽ നിന്ന് ഓരോ ഉരുളയായിട്ട് എടുക്കാം കേട്ടോ. ഞാൻ ആ ഉരുള ഇങ്ങനെയാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ വേണ്ടത്. ഇനി നമുക്ക് ഈ ആക്കി വെച്ചത് ഈ ബ്രെഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കോഴിമുട്ട, നേരത്തെ അടിച്ച് വെച്ച കോഴിമുട്ട ഒന്ന് പുരട്ടി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. ഇത് റോൾ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് എല്ലാം റോൾ ചെയ്തെടുക്കാം. എല്ലാ ബോൾസും മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിതിനായിട്ട് ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചൂടായി വന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടായി വരട്ടെ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.